പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പോലീസ് നടത്തിയത് കാര്യക്ഷമമായ അന്വേഷണമെന്ന് മുഖ്യമന്ത്രി. 20 പ്രതികളെയും അറസ്റ്റ് ചെയ്തു. കേസ് CBIക്ക് വിടുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചതായും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം അത്യധികം ദൗർഭാഗ്യകരമായ സംഭവമാണ്. കേസിൽ പ്രോഹിബിഷൻ ഓഫ് റാഗിംഗ് ആക്ട് 3, 4 എന്നീ വകുപ്പുകൾ ചേർത്ത് കേസ് അന്വേഷണം വിപുലപ്പെടുത്തി. ഒളിവിൽ പോയവർ ഉൾപ്പെടെ ആരോപണ വിധേയരായ 20 വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്ത് ശക്തമായ നിയമ നടപടികളാണ് പോലീസ് സ്വീകരിച്ചത്. കൂടുതൽ വകുപ്പുകൾ ചേർത്തുകൊണ്ട് കേരള റാഗിംഗ് നിരോധന നിയമത്തിന്റെ 3, 4 വകുപ്പുകളും ചേർത്ത് 12 പേരെ പ്രതി ചേർക്കുന്ന നില സ്വീകരിച്ചു. ഇക്കാര്യത്തിൽ വളരെ കാര്യക്ഷമവും സുതാര്യവുമായ അന്വേഷണ നടപടികളാണ് പോലീസും സർക്കാരും സ്വീകരിച്ചത്. ഇത്തരം ക്രൂരത എവിടെ നടന്നാലും ആരുടെ ഭാഗത്തുണ്ടായാലും അതിന് ഒരു തരത്തിലുള്ള സംരക്ഷണവും അതിന് നേതൃത്വം കൊടുത്തവരെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകില്ല. നിയമസഭയിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി GR അനിൽ. കേന്ദ്ര സർക്കാരിന്റെ വികല നയങ്ങൾ അർഹരായവർക്ക് റേഷൻ നിഷേധിക്കുന്നു. സപ്ലൈകോ നടത്തിപ്പിന് കേന്ദ്ര സർക്കാരിന്റെ ഒരു സഹായവും ലഭിക്കുന്നില്ല. നെൽകർഷകർക്കുള്ള താങ്ങുവില കേന്ദ്രം തടഞ്ഞുവെച്ചു. കെയർ റൈസിന്റെ വിതരണം നഷ്ടം സഹിച്ചുകൊണ്ടെന്നും മന്ത്രി